കോളിളക്കം സൃഷ്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിൽ വിധി ഇന്ന്. കഷായത്തിൽ വിഷം കലർത്തി സുഹൃത്തായ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗ്രീഷ്മയെ കൂടാതെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരാണ് മറ്റ് പ്രതികൾ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. വളരെ കടുത്ത മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസം എൻ്റെ മോനെ കാണാതെ വളരെയേറെ സങ്കടപ്പെട്ടും കരഞ്ഞു. എങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഓരോ ദിവസവും കഴിച്ചു കൂടുന്ന എങ്ങനെയോ മരിച്ച് ജീവിക്കുന്നു. എൻ്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റണില്ല. ആ ഒരവസ്ഥയിലാണ്. അവൾക്ക് പരമാവധി ശിക്ഷ കൊടുത്ത് ശിക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു. പരമാവധി ശിക്ഷ കൊടുക്കണം അവൾക്ക്. ഇപ്പോൾ കേസ് കഴിഞ്ഞിട്ട് 2 വർഷം അടുപ്പിച്ചായി. സോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ടൈം നമ്മളെ കൂടെ ഈ ക്രൈം ബ്രാഞ്ച് ഓഫീസിലെ ആൾക്കാരായാലും പിന്നെ നമ്മുടെ വക്കീൽ വിനീത് ശ്രീകുമാർ സാറാണ് പേര്. അപ്പോൾ സാറും ഉണ്ടായിരുന്നു കൂടെ എല്ലാത്തിനും. പിന്നെ പാറശാല പോലീസ് സ്റ്റേഷനിലെ സാറായാലും എല്ലാവരും ഭയങ്കര പിന്തുണയായിരുന്നു നമ്മളെ കൂടെ. എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസ് 2 മാസം കൊണ്ടാണ് ഇത് ഇങ്ങനെ പെട്ടെന്നുള്ള ഈ വിധിയിലോട്ട് വരുന്നതും തന്നെ നമ്മളെ വക്കീലിനാണ് എന്താ പറയുക, വക്കീൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, പലപ്പോഴും ഇത്തരം കേസുകളിൽ നമ്മൾ കാണാറുള്ളത് കേസ് വൈകുന്നതാണ്. പക്ഷേ ഇവിടെ വളരെ വേഗത്തിൽ തന്നെ കേസ് അന്വേഷണമാകട്ടെ വിചാരണയാകട്ടെ എല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആ വിധി ദിനത്തിലേക്ക് പോവുകയാണ് നമ്മൾ. പ്രോസിക്യൂഷനും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും ഒരു നാടൊന്നാകെ ഈ വിധിക്കായി കാത്തിരിക്കുന്ന കാഴ്ചയാണ്. പ്രതികരണത്തിൽ കേട്ടതുപോലെ ആ മാനസിക വിഷമത്തിൽ നിന്ന് കുടുംബത്തിന് ഇതുവരെ കരകയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ കീടനാശിനി കലർത്തി കൊന്നു എന്നുള്ളതാണ് കേസിൽ കഴിഞ്ഞ 3-ാം തീയതിയാണ് വിചാരണ അവസാനിച്ചത്. എന്തായാലും കൃത്യമായ ശിക്ഷ ഇവർക്ക് 3 പ്രതികൾക്കും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ആ ഒരു വിധി കേൾക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. ഒക്ടോബർ 14-നാണ് റെക്കോർഡ് ബുക്ക് വാങ്ങാനായി ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. അതിനു മുൻപ് തന്നെ പലതവണ ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാനായി, അതായത് കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ ഷാരോണിനെ കൊലപ്പെടുത്താനായി പലതവണ ജ്യൂസിലടക്കം വിഷം കലർത്തി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും കയ്പെന്ന് പറഞ്ഞ് ഷാരോൺ അത് തുപ്പിക്കളയുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് വളരെ പ്ലാൻ ചെയ്ത് തന്നെ പദ്ധതി ഒരുക്കി തന്നെ വീട്ടിലേക്ക് ഷാരോണിനെ ഗ്രീഷ്മ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം അവിടെ കഷായത്തിൽ കീടനാശിനി കാപ്പിക്യൂ എന്ന് പറയുന്ന കീടനാശിനി കലർത്തി കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഒരു അസ്വസ്ഥ്യമുണ്ടായി. അവിടെ ഷാരോൺ ഛർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. സുഹൃത്തുമായി ഒപ്പമാണ് ഇയാൾ പോകുന്നത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക്. ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് സുഹൃത്ത് ചോദിക്കുമ്പോൾ ഗ്രീഷ്മ തനിക്കൊരു കഷായം നൽകിയിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചതിന് ശേഷം ഛർദ്ദിലാണെന്ന് ഷാരോൺ സുഹൃത്തിനോട് തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തമാക്കിയത്, ആ ഷാരോണിന്റെ ആ ഒരു മറുപടി അത് കേസിൽ നിർണായകമാവുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ശാരീരിക അസ്വാസ്ഥ്യം വർദ്ധിച്ചതിനെ തുടർന്ന് പിന്നീട് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. 11 ദിവസത്തിന് ശേഷമാണ് ഈ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ഷാരോണ് മരിക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് കുടുംബം തന്റെ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ പരാതി നൽകുന്നു. അവിടെയാണ് ഈ കേസിന് തുടക്കം ഉണ്ടാകുന്നത്. പിന്നീട് പാറശാല പോലീസ് കേസ് അന്വേഷിക്കുന്നു. പിന്നീട് തൃപ്തികരമല്ല എന്നുള്ള കാര്യം കുടുംബം ആവശ്യപ്പെടുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് കേസ് വിടുകയും ചെയ്തു. ഈ മരണമൊഴിയിൽ മജിസ്ട്രേറ്റിനോട് ഷാരോൺ ഇക്കാര്യം പറയുന്നുണ്ട്. ഗ്രീഷ്മ കഷായം നൽകിയിട്ടുണ്ടായിരുന്നു, പക്ഷെ തന്നെ അപായപ്പെടുത്തുമെന്ന് താൻ കരുതുന്നില്ല എന്നുള്ളതാണ് മരണമൊഴിയിൽ പോലും ഷാരോൺ നൽകിയ മൊഴി. പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മ തന്നെ ചതിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു നിർണായകമായി കേസിൽ. പിന്നീട് ഫോറൻസിക് ഡോക്ടർ നൽകിയ ആ റിപ്പോർട്ടാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് പോയത്. പിന്നീട് കേസ് അന്വേഷണം ആ രീതിയിൽ നടക്കുന്നു. പിന്നീടാണ് ഇത് ഗൂഢാലോചന നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത്. അതിൽ 2-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു ആണ്. 3-ാം പ്രതി നിർമ്മല കുമാരനാണ്. ഇവരാണ് ഈ നിർമ്മല കുമാറാണ് കഷായം വാങ്ങി നൽകിയതും പിന്നീട് ഈ കഷായ കുപ്പി ഈ ഗ്രീഷ്മയുടെ വീടിനടുത്തുള്ള കുളത്തിൽ അത് കൊണ്ട് കളഞ്ഞ് തെളിവ് നശിപ്പിച്ചതും ഈ നിർമ്മല കുമാരനാണ്. എന്തായാലും ഈ കേസിൽ വിധി 11 മണിക്ക് ഉണ്ടാകുന്നു. പരമാവധി ശിക്ഷ ഇവർക്ക് ലഭിക്കണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ആ ഒരു വിധി കേൾക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. ശരി അനുരാഗ്.